ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا صدق الله. മക്കളെ, ഫോൺ എടുത്ത് വെക്കില്ലെങ്കിൽ അവിടെ പോയിരിക്കും. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വസിയ്യത്ത് യഥാവിധി ജീവിതത്തിൽ പുലർത്തി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂറത്ത് ഇസ്രായിലെ 27-ാമത്തെ ഒരു ചെറിയ വചനമാണ് ഞാൻ ഓർമ്മയിൽപ്പെടുത്തിയത്. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഇബാദത്തുകളുമായി ബന്ധപ്പെട്ട കുറെ പഠനങ്ങളിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. ആ ചെയ്യുന്ന ഇബാദത്തുകളെല്ലാം ജീവിതത്തിലെ സമാധാനപരമായി നിലനിർത്തിക്കൊണ്ടുപോവാൻ, കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലുമൊക്കെ ഒരു സ്വസ്ഥതയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച നിബന്ധനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉൾക്കൊള്ളുന്ന വചനമാണിത്. വലാ തുബദ്ദിർ തബ്ദീറ, അനാവശ്യപരമായി പണം ചെലവഴിക്കരുത്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, അനാവശ്യമായി പണം ചെലവഴിക്കുന്ന ആളുകള് അവര് പിശാചിന്റെ സഹോദരങ്ങളാണ്. വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറ, പിശാചാവട്ടെ തന്റെ റബ്ബിനോട് അങ്ങേയറ്റത്തെ നന്ദി കെട്ടവനുമാണ്. ഇതാണ് വചനത്തിന്റെ അർത്ഥം. മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും ഇതര ജീവജാലങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഇതര ജീവികള്
അവർ രാത്രി സഞ്ചരിക്കുന്നവരുണ്ട്, പകല് സഞ്ചരിക്കുന്നവരുണ്ട്. എന്നിരുന്നാലും അവ പകുതിയിൽ എമ്പാടുമുള്ള ജീവജാലങ്ങൾ രാവിലെ പുറത്തു പോകുന്നു, അവ പറക്കുന്നു, അവയുടെ വിഭവങ്ങൾ അന്വേഷിക്കുന്നു, അത് കണ്ടെത്തുന്നു, കിട്ടുന്നത് തിന്നുന്നു. ആ സംഭവഗതികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലൊരു പ്ലാനിങ്, ഒരു ആസൂത്രണം ഉള്ളവരാണ് നമ്മൾ. നിർബന്ധമായും ആസൂത്രണം ഉള്ളവനാകണം നമ്മൾ. ജീവിതത്തിൽ ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ സമ്പാദിക്കണം നിർബന്ധമാണ്. അതൊരു മർമ്മ വിഷയമാണ്. നിങ്ങൾ നോക്കിയ എല്ലാ രാജ്യങ്ങളും വർഷത്തിലൊരിക്കൽ അവർക്ക് കൃത്യമായൊരു ബജറ്റ് തയ്യാറാക്കും. ചെറിയ നാടാണെങ്കിലും ലോകത്തറിയപ്പെടുന്ന നമ്മളും ഒരു ബജറ്റിന്റെ ചർച്ചയിലാണുള്ളത്. യൂണിയൻ അതിന്റെ ബജറ്റ് കൃത്യമായി അവതരിപ്പിച്ചു കഴിഞ്ഞു. മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഒരു ബജറ്റ് നമ്മുടെ ജീവിതത്തിലുണ്ട്. എല്ലാതിന്റെയും ലക്ഷ്യം, അടിസ്ഥാന ലക്ഷ്യം അന്നമാണെങ്കിൽ പടച്ചോൻ നമ്മളോട് പറയണ എന്താ അറിയോ? അന്നദാതാവ്, രക്ഷിതാവ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവികൾക്കും സുഖമായി ജീവിക്കാൻ എല്ലാ വിഭവങ്ങളും വ്യത്യസ്ത തലങ്ങളിൽ നൽകുന്നത് അല്ലാഹുവാണ്. പടച്ചവനെ ഏറ്റെടുത്തൊരു കാര്യമാണത്. ഇന്നല്ലാഹ ഹുവർ റസ്സാഖ് ദുൽ ഖുവ്വത്തിൽ മതീൻ. വല്ലാത്തൊരു പ്രയോഗമാണ് കേട്ടോ അത്. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു, ഹുവർ റസ്സാഖ്. റാസിഖ് എന്ന് പറഞ്ഞാൽ ഉപജീവനം നൽകുന്നവനാണ്. ആ വാക്കിന്റെ സൂപ്പർലേറ്റീവ് നാമമാണ് റസ്സാഖ് എന്ന് പറഞ്ഞാൽ. അതിന്റെ വിശേഷണാർത്ഥമാണ്. അതാണ് ഹുവർ റസ്സാഖ്. എങ്ങനെയുള്ള ദുൽ ഖുവ്വത്തിൽ മതീൻ. ഖുവ്വത്ത് എന്ന് പറഞ്ഞാൽ ശക്തിമത്താണ്, ശക്തിയുള്ളവൻ. മതീൻ എന്ന് പറഞ്ഞാൽ ഉഗ്ര കഴിവുള്ളവനാണ്, ഉറപ്പേറിയവനാണ്. എന്തെല്ലാം വിശേഷണമാണ് ആ ഒരായത്തിലേക്ക് അല്ലാഹു കൊടുത്തിട്ടുള്ളത്. വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹാ അല്ലാഹു യർസുഖുഹാ വഇയ്യാകും. ഈ പ്രപഞ്ചത്തിൽ എത്രയെത്ര ജീവജാലങ്ങൾ, അവയല്ലല്ലോ അവയുടെ റിസ്ക് തീരുമാനിക്കുന്നത്. അല്ലാഹുവാണ് അവക്ക് റിസ്ക് കൊടുക്കുന്നവൻ, നിങ്ങൾക്കും തരുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഭക്ഷണം തരിക എന്ന് പറയുന്നത് അല്ലാഹു ബാധ്യതയായി ഏറ്റെടുത്ത കാര്യമാണെന്നാണ്. ഇപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോ ഏകദേശം ഒരു 30-35 കോടി മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. ഇന്ന് നമ്മളൊന്ന് നോക്കിയാൽ ഒരു 130-നും 140-നും ഇടക്ക് കൂടി ജനങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്. എന്നാൽ അന്നുള്ളതിനേക്കാളും ഭക്ഷ്യ സുഭിക്ഷത ഇന്ന് കൈവരിച്ചിട്ടില്ലേ? അല്ലേ? കാർഷിക മേഖലകള് ഭൂമി പെരുകിയിട്ടൊന്നുമില്ലല്ലോ, ഭൂമി വികസിച്ചിട്ടില്ല. പക്ഷെ ഈ രംഗത്ത് കൃത്യമായ ആസൂത്രണങ്ങൾ, മികവുകൾ ഉണ്ടായി. മനുഷ്യൻ എത്ര വർദ്ധിച്ചാലും അവർക്ക് വേണ്ടുന്ന വിഭവങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. റിസ്ക് നൽകുന്നത് ആ രീതി നമ്മളൊന്നും വരെ പഠിച്ചു നോക്കിയാൽ എല്ലാവർക്കും, ബുദ്ധിയുള്ളവനും ഇല്ലാത്തവനും, ആരോഗ്യമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ അല്ലാഹു റിസ്ക് നൽകുന്നത്. അതിന്റെ രീതി എങ്ങനെ പറഞ്ഞെന്നറിയോ? അല്ലാഹു രാവിലെ പോകുന്നത്, അന്വേഷിച്ചു പോകുന്നത് ഒട്ടിയ വയറുമായ. അപ്പോൾ തിരിച്ചു വരുന്നത് എങ്ങനെയാണ്? ഒരെണ്ണവും വയറ് നിറയാതെ വരുന്നില്ല. ലോകത്ത് പട്ടിണി കിടക്കുന്ന ഒരു ജീവികളുമില്ല. ആകെ പട്ടിണി കിടക്കുന്നതാരുണ്ടെങ്കിൽ അത് മനുഷ്യരും മനുഷ്യരുടെ അധീനതയിലുള്ള ജീവികളുമാണ്. കാട്ടിലെ ആന പട്ടിണി കിടക്കൂല. പക്ഷെ നാട്ടിലെ ഉടമയുടെ ആന ഒരു പക്ഷേ പട്ടിണി കിടന്നേക്കാം, അല്ലേ? അത് നമ്മുടേതായ കൊള്ളരുതായ്മ ഉണ്ടായിരിക്കും. 800 കോടി മനുഷ്യർക്ക് തിന്നാനുള്ള ഭക്ഷണം ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. പക്ഷേ 150 കോടിയിലധികം ജനങ്ങളും ആരാണ്?
പട്ടിണി കിടക്കുന്നത് ആ ക്രയവിക്രയത്തിൽ വരുന്ന ഏറ്റവും ഒരു പ്രതിസന്ധിയുടെ തെറ്റായ നടപടിയുടെ പേരിലാണ്. ഞാൻ അതൊന്നും പറയാനല്ല പറഞ്ഞത്. ഇന്ന് നമ്മുടെ രാജ്യവും സമൂഹവും ഒക്കെ ഒരു വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. എന്താ പ്രതിസന്ധി എന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ വ്യാപകമായി പറയുന്നത് സാമ്പത്തികപരമായ ഒരു ക്രൈസിസ് ലോകത്ത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി ഈ പ്രതിസന്ധി നമ്മളെല്ലാവരും അനുഭവിക്കുന്നതാണ്. വർഷങ്ങളായി, കുറച്ചു കാലങ്ങളായി അത് അനുഭവിക്കുന്ന ഒരു സംഗതിയാണ്. അത് മെല്ലെ മെല്ലെ താഴെ തട്ടിലേക്ക് വന്ന് സാമ്പത്തിക രംഗത്ത് പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും അറിയാം അതിന്റെ പ്രതിസന്ധി എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഞാൻ സൂചിപ്പിച്ചത് എന്താണെന്നറിയാം, ഒന്നും പറയാനല്ല. അടിസ്ഥാനപരമായി നമ്മൾ അറിയേണ്ടത്, രാജ്യം ഏത് തരം പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സാമ്പത്തിക അച്ചടക്കം ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ചില തീരുമാനങ്ങൾ എടുത്തേ പോകാവൂ. അതുകൊണ്ടാണ് ഈ ഖുതുബക്ക് ഇത്രയും പ്രാധാന്യം തന്നത്. എന്തിനാണ്? അപ്പൊ പരസ്പരം സംസാരിക്കരുത് എന്ന് പറയുന്നത് പോലും ആരോടുള്ള വെറുപ്പുകൊണ്ടല്ലോ. ഇതൊരു ഇബാദത്ത് എന്ന നിലയിലാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചു തന്നത്. അപ്പൊ ഏത് പ്രതിസന്ധി നേരിടുകയാണെന്നുണ്ടെങ്കിലും ചില അദബുകൾ ദീൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ അദബുകൾ പാലിക്കുന്നതിൽ നമുക്ക് വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ നമ്മളും ആ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ടി വരും. നിർബന്ധമായും ചില അദബുകൾ മുഅ്മിനുകളായ മുസ്ലിമീങ്ങളായ നമ്മൾ പാലിക്കണം. നിങ്ങൾക്ക് പല പ്രതിസന്ധികളുണ്ട്. ആ പ്രതിസന്ധികൾ ജീവിതത്തിൽ ഉണ്ടായി തീർന്നതാണോ അതോ നമ്മൾ ഉണ്ടാക്കിയതാണോ? ചർച്ചയാണ്. നമ്മൾ ഇതിന്റെ കൂടെ ഇപ്പോൾ ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിലുള്ള ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ ഉണ്ടാക്കിയതാകോ അത് ഉണ്ടായി തീർന്നതാകോ? സഹോദരങ്ങളെ, വ്യതിരിക്തമായ ഒരു സമുദായം എന്ന നിലയിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഉയർന്നു നിൽക്കാൻ നമുക്ക് കഴിയണം. പല ജീർണതകളും ഉമ്മത്ത് മുസ്ലിമായി എന്ന നിലയിൽ നമ്മിൽ ഒരുപാട് ജീർണതകളുണ്ട്. ഇത് മാറണം. നമുക്ക് സമ്പത്ത് എന്നത് അല്ലാഹ് തന്ന വലിയൊരു അനുഗ്രഹമാണ്. ആളുകൾ അനുഗ്രഹമായി കാണുന്നതും സമ്പത്തിനെയാണ്. നമുക്കൊരു വലിയ പൈസ ഉള്ള ആളുകളും പണമില്ലാത്ത ആളുകളെ സംബന്ധിച്ചും വീക്ഷണങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പൊ ഒരു വലിയൊരു രോഗം വന്നു എന്ന് വെക്കാം. അപ്പൊ മറ്റുള്ളവരെന്താ പറയാ, അത് പൈസക്കാരനാണ് വന്നിക്കണമെന്നുണ്ടെങ്കിൽ അവര് പറയും അവർക്കിപ്പോ അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ എന്താ, അവരടുത്ത് പൈസ ഉണ്ടല്ലോ. ലോകത്ത് ആരോഗ്യം ഉണ്ടെങ്കിലും ജീവിത സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും എന്തെല്ലാം ഉണ്ടെങ്കിലും അനുഗ്രഹം എന്ന നിലയിൽ ജനം കാണുന്നത് ഏതിനെയാണ്? പണത്തിനെയാണ്. പക്ഷെ അള്ളാഹുവിന്റെ വീക്ഷണം എന്താ അറിയാം? പഠിച്ചോ നമ്മളെ പഠിപ്പിക്കുന്നു, അൽ മാലു മാലുല്ലാഹ്. ആ പണത്തെ വ്യക്തിക്കോ സമൂഹത്തിനോ അതില്ലാതെ ഉപേക്ഷിച്ചാൽ ജീവിതമല്ല. അതുകൊണ്ടാണ് വലാ തൂതു സുഫഹാ അംവാലകുമുല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമ. നിങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരമായി അള്ളാഹു തന്നിട്ടുള്ള ഈ സമ്പത്ത് നിങ്ങൾ ബോസ്റ്റുകളുടെ വിവരമില്ലാത്തവരുടെ കയ്യിൽ കൊടുക്കരുത് എന്ന്. സമ്പത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടെന്തറിയാം? നമുക്ക് എത്രയും സമ്പത്ത് ഉണ്ടാക്കാം. 3 കാര്യം ശ്രദ്ധിക്കണം. ഉണ്ടാക്കുന്നിടത്ത് ശ്രദ്ധ വേണം, ചെലവഴിക്കുന്നിടത്ത് ശ്രദ്ധ വേണം. ഇത് രണ്ടും അല്ലാത്തൊരവസ്ഥ എന്താ? നമ്മുടെ കയ്യിൽ കരുതുന്നത്, ഈ കയ്യിൽ കരുതുന്നതിനെ കുറിച്ചും ശ്രദ്ധ വേണം. ഇങ്ങനെയാണ് സാമ്പത്തിക അച്ചടക്കം എന്ന് പറഞ്ഞാൽ ഈ 3 മൂല്യങ്ങളിൽ ഉള്ളതാണ്. നേരെ നോക്ക്, ഒന്ന് നമ്മുടെ കയ്യിലേക്ക് വരുന്നത് ഒന്ന് ചെലവഴിക്കുന്നത്, ഇത് രണ്ടും അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കരുതുന്നത്. നമ്മൾ പേടിക്കേണ്ട ഒരു ഭാഗം മാത്രമാണ് ഇന്ന് സൂചനയായി പറയുന്നത്. ഞാൻ ഓതി വെച്ച ആയത്ത് നിങ്ങളെല്ലാവരും കാണാതെ പഠിക്കണം. നമ്മളെല്ലാവരും വലാ തുബദ്ദിർ തബ്ദീറ, അനാവശ്യമായി ചെലവഴിക്കരുത്. അങ്ങനെ ചെലവഴിക്കുന്നവർ കാനൂ യഖ്വാന ശയാത്തീൻ, അവർ പിശാചിന്റെ കൂട്ടാളികളാണ്. ശൈത്താൻ എന്ന് പറഞ്ഞാൽ റബ്ബിഹി കഫൂറ. നമ്മൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിയേണ്ടുന്ന ഒരു മേഖലയാണ് ധൂർത്ത് എന്ന് പറയുന്നത്, തബ്ദീർ എന്ന് പറയുന്നത്. ഇസ്ലാമിലെ 2 വാക്കുകളുണ്ട്. വാക്ക് ഒന്ന് ഇസ്റാഫ്, ഒന്ന് തബ്ദീർ. കുലു വശ്റബു വലാ തുസ്രിഫു. കുറച്ചും പറഞ്ഞത് നിങ്ങൾ തിന്നോളെ, നിങ്ങൾ കുടിച്ചോളെ,
ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് എന്ത് പറയണത്? വലാ തുസ്രിഫു, ഇസ്രാഫ് പാടില്ല. ഇവിടെ അള്ളാഹു പറയുന്നത് വലാ തുബദ്ദിൽ തബ്ദീറ. എന്താണ് ഈ രണ്ട് വാക്കുകളും തമ്മിലുള്ളൊരു വ്യത്യാസം? നമ്മൾ കൃത്യമായി പഠിക്കണം. ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ അനുവദിക്കപ്പെട്ട മേഖലകളിൽ അനുവദിക്കപ്പെട്ട പരിധിയെ കവച്ചു വെച്ചുകൊണ്ട് ചെലവഴിക്കുക എന്നാണ് ഇസ്രാഫ് എന്ന് പറയാൻ. ഇസ്രാഫ് അനുവദിക്കപ്പെട്ട മേഖലകളിൽ അമിതമായി ചെലവഴിക്കുക. എന്നാൽ തബ്ദീർ എന്ന് പറഞ്ഞാലോ ഒരിക്കലും ചെലവഴിക്കാൻ പാടില്ലാത്ത മേഖലയിൽ പണം വ്യയം ചെയ്യുക. ഇങ്ങനെ ഒരിക്കലും ചെലവഴിക്കാൻ പാടില്ലാത്ത മേഖലയിൽ പണം ചെലവഴിക്കുക. ഇത് രണ്ടും അപകടമാണ്. വരവിന് അനുസരിച്ച് ചെലവഴിക്കാൻ നമ്മുടെ സമുദായത്തിന് ഇന്നും അറിഞ്ഞുകൂടാ. സത്യം ഞാൻ ഈ പറയണത്, നിങ്ങൾ ശരിക്കും പഠിക്കണം. നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ എപ്പോഴാ വിയർക്കുക? നമ്മൾ രോഗികളായി പോയിട്ടുണ്ടെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രോഗിയായി പോയിട്ടുണ്ടാവുക? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ആ നാരായ വേര് എന്ന് പറയുന്നത്, അതിന്റെ അടിവേര് ഏതിൽ ചെന്ന് നിൽക്കുന്നതായിരിക്കും? നമ്മളുടെ ആധാരങ്ങൾ, പലരുടെ ആധാരങ്ങളും ബാങ്കിൽ പണയത്തിലാണ്. ചില ആളുകളൊക്കെ പറയാറുണ്ട്, ഇപ്പന്നെ പലരും നമ്മളെ വിളിക്കുമ്പോ പ്രധാനമായിട്ട് ചോദിക്കാൻ അറിയാം, സമ്പന്നരായ ആളുകളുമായി നിങ്ങൾക്കൊക്കെ നല്ല പരിചയം ഉണ്ടാവൂലേ, അവരുടെ അക്കൗണ്ടിൽ ഉള്ള ഇൻട്രസ്റ്റ് വന്നതുണ്ടാവും, അത് അവർ ഉപയോഗിക്കൂലല്ലോ, അത് ഞമ്മക്കൊന്നിങ്ങനെ കിട്ടാൻ എന്തേലും വഴിയുണ്ടോ? അപ്പൊ നമ്മൾ വലിയ മുതലാളിമാരോട് ഇങ്ങനെ ബന്ധപ്പെടുമ്പോൾ ചോദിച്ചാൽ അങ്ങനെ ആർക്കും പലിശപ്പണാണെങ്കിലും കൊടുക്കാൻ പാടില്ല. കാരണം അറിയോ, ഇങ്ങനെ നാട്ടുകാരത്തുനിന്ന് കിട്ടും എന്നറിഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും പണം കടം വാങ്ങുന്ന ആൾക്കാർ, ദൂർത്തടിക്കുന്ന ആളുകൾ നാട്ടിലുണ്ട് എന്നാണ്. സത്യമാണ്. ഒരു സമ്പന്നന് 100 രൂപ അയാൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അയാൾ അനുഭവിച്ച ത്യാഗം എത്രയുണ്ടാവും. പക്ഷെ അത് വേറൊരാൾക്ക് കിട്ടിയിട്ട് ചെലവഴിക്കും. ഇയാൾ വേണമെന്നുണ്ടെങ്കിൽ കാക്കനാട് കലക്ട്രേറ്റിലേക്ക് വേണമെങ്കിൽ നടന്നു പോകും ഈ മുതലാളി. പക്ഷെ ഒരു പാവപ്പെട്ടവൻ എന്ത് ചെയ്യില്ലാന്നറിയോ, അവൻ നടക്കൂല. അവൻ ഇവിടുന്ന് വേണമെങ്കിൽ അവൻക്ക് മറക്കാൻ കഴിയൂല, എന്നാ ഓട്ടോ എടുത്തോളും, യാതൊരു പ്രയാസമല്ലാതെ ചെലവഴിക്കാൻ ചിലപ്പോൾ ഒഴിവാക്കും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ല. ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിയാറുകളുടെ സ്വഭാവം പറഞ്ഞറിയാം. സൂറത്ത് ഫുർഖാന്റെ അവസാനത്തില് വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. ഈ മുഅ്മിനുകൾ അമിതമായി ചെലവഴിക്കൂല, പക്ഷെ അവർ പിശുക്കന്മാരുമല്ല. അതിനിടയിൽ ഒരു മധ്യമ നിലപാട് അവർക്കുണ്ട്. അൽ-ഇഖ്തിസാദു നിസ്ഫുൽ മഈശ. മധ്യമ നിലപാടിൽ ചെലവഴിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിന്റെ പാതിയാണ്. നമ്മൾ ജയിച്ചു എന്നാണ് ആ നിലപാട് വന്നാൽ. ഒരു കാര്യം ശ്രദ്ധിച്ചു നോക്ക്, ഇപ്പോഴും മറ്റു സമുദായങ്ങളെ എടുത്തു നോക്കിയാൽ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ധൂർത്തന്മാരാരാ? പണം പൊടിക്കുന്നവരാരാ? പേര് നമ്മളിങ്ങനെ പറയണ്ടല്ലോ. പരിധി വിട്ട് പൊങ്ങച്ചത്തിനായി ധൂർത്ത് കാണിക്കാന്ന് പറയുന്ന നാട്ടിലൊരു വസ്തുതയാണ്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞ പോലെ തുബദീറാന്ന് പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, യൂസഫ് അലൈഹിസ്സലാമയുടെ പേരിൽ തന്നെ ഖുർആനിൽ സൂറയുണ്ട് അല്ലെ? യൂസുഫ് നബിന്റെ കഥ നമുക്ക് പറഞ്ഞുതരാം. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഖുർആനിൽ യൂസഫ് അലൈഹിസ്സലാം ഒരു വ്യാഖ്യാനം പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്വപ്നത്തിന്റെ, ഒരു രാജാവ് സ്വപ്നം കണ്ടു. സൂറത്ത് യൂസഫിലെ 43-ാമത്തെ 44-ാമത്തെ ആയത്താ പറയുന്നത്. വഖാലൽ മലികു ഇന്നി അറാ സബ്അ ബഖറാത്തിൻ സമാൻ യഅകുലുഹുന്ന സബ്അൻ ഇജാബ്. 7 തടിച്ച പശുക്കള്, 7 മെലിഞ്ഞ പശുക്കള്, എന്നിട്ട് ഈ തടിച്ച പശുക്കൾ വരെ തിന്ന 7 നെൽമണികളുള്ള കതിരുകൾ. അതേപോലെ 7 കതിരുണ്ട്, അതിലെന്തില്ല, നെൽമണിയില്ല. അതെന്താ പേര് പറയില്ല നമ്മള്. 7 ഈ അരിമണിയുള്ള നെൽക്കതിരും അരിമണിയില്ലാത്ത പതിരായ കതിരും. ഇങ്ങനെ എത്രയാണ്? പല ആളുകളെയും രാജാവ് വിളിച്ചു ചോദിച്ച് ഇതിനൊന്ന് വ്യാഖ്യാനം പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. ആർക്കും അറിയില്ല. അതൊക്കെ ആയത്തിലുള്ളതാണ്, അതിന്റെ ഭയം തിരിയല്ല. അവസാനം യൂസഫ് അലൈഹിസ്സലാമയുടെ അടുക്കലേക്ക് ആ സംഭവം എത്തുകയാണ്. യൂസഫ് അലൈഹിസ്സലാം വന്നു. അദ്ദേഹം പഠിപ്പിക്കുന്ന ഒരു തത്വമുണ്ട്, അതിന്റെ ചുരുക്കതാണ്. അദ്ദേഹം പറയുന്നത് 7 വർഷക്കാലം നമുക്കിടയില്
വളരെ എത്രയെന്ന് വെച്ചാൽ സംഭവ ബഹുലമായി വിഭവങ്ങൾ സമൃദ്ധമായി ഉണ്ടാവും. പക്ഷേ ആവശ്യത്തിനെ ചെലവഴിക്കാവൂ. നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അടുത്ത 7 കൊല്ലം നമ്മുടെ നാട്ടിൽ കനത്ത വരൾച്ചയും ദാരിദ്ര്യവും ഉണ്ടാവും. കതിരിൽ തന്നെ ആ ഭക്ഷ്യവസ്തുക്കൾ നിങ്ങൾ സൂക്ഷിക്കണം. ഇന്ന് നിങ്ങൾ സുഭിക്ഷതയിലാണ്, എന്നും സുഭിക്ഷതയുണ്ടാവില്ല. സുഭിക്ഷതയില്ലാതെ വരുന്ന അരക്ഷിതാവസ്ഥ വരുന്ന കാലത്തേക്ക് ഇതിനെ കരുതി വെക്കണം. ഇതാണ് കഥ പറഞ്ഞത്. എന്തിനാണിത് നമ്മളോട് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഒരു കരുതൽ ജീവിതത്തിൽ ഉണ്ടാവണം. നോക്കിയേ, ഒരു സേവിങ് എന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവമായി വളരണം. എത്ര ചെറിയ തൊഴിൽ ചെയ്യുന്നവരാണെങ്കിലും അങ്ങനെ ഒരു ശീലം വേണം, ഒരു മുൻകരുതൽ വേണം. ചെറിയൊരു പ്രയാസം വരുമ്പോഴേക്ക് ആളുകൾ ഇന്ന് ബാങ്കിലേക്ക് ഓടുക, എന്നിട്ട് പരീക്ഷയുമായി ബന്ധപ്പെടുക. അതല്ലെങ്കിൽ ചെറിയൊരു പരീക്ഷണത്തിന്റെ മുമ്പിൽ തന്നെ ആളാകെ പതറിയിട്ട് മറ്റുള്ളവരെ ആശ്രയിക്കാൻ വേണ്ടി ഓടുക. അങ്ങനെ പ്രശ്നം ഉണ്ടാവരുത്. ഇപ്പൊ നമ്മളൊക്കെ ആലോചിച്ചു, നമ്മുടെയൊക്കെ വല്യപ്പാരുടെ കയ്യിൽ 100 രൂപ കിട്ടിയാൽ, ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, 100 രൂപ കിട്ടിയാൽ അവർ ചെലവഴിക്കുക ചിലപ്പോ എത്ര 80 രൂപയെ ചെലവാക്കുള്ളൂ. 20 അവരെടുക്കും. അങ്ങനെ തന്നെയാണ് നമ്മളെ സംരക്ഷിച്ചു വന്നത്. ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു 50,000 നമ്മൾ കാണുമ്പോഴേക്ക് നമ്മൾ 5 ലക്ഷം അപ്പുറത്ത് പോയിട്ട് ബാങ്കിൽ നിന്ന് പലിശക്ക് വാങ്ങാണ്. എന്നിട്ട് പലിശയാണ്, കടക്കാരനാണ്, രോഗാണ്, പിന്നെ VIP എല്ലാ അസുഖങ്ങളുമാണ്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാലോചിച്ച് നോക്കിയേ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഒരു വലിയ കഥയുണ്ട്. ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നിരങ്ങിയാണ്, ഇഴഞ്ഞാണ് സ്വർഗത്തിലേക്ക് പോവുള്ളൂ എന്നാണ്. അദ്ദേഹം എടുത്തൊരു മണൽ തരി അപ്പുറത്തേക്കിട്ടാൽ അദ്ദേഹം അതിന് ലാഭം കിട്ടുന്ന അത്ര വലിയ സമ്പന്നനാണ്. ഇദ്ദേഹത്തിന്റെ അടുത്ത് ഞാൻ അത് പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താൻ പറഞ്ഞുതരാം. ഇദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരാൾ വീട് വെക്കാൻ വേണ്ടി സഹായം ചോദിച്ചു വന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെ കയ്യിലില്ല, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഇബ്നു ഔഫിന്റെ അടുക്കലേക്ക് പോയിക്കോളൂ. ഇബ്നു ഔഫിന്റെ അടുക്കൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞയച്ചതാന്ന് പറയാം, നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാന്ന്. അങ്ങനെ അദ്ദേഹം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തിയപ്പോ എന്താ പറയുക, സലാം പറഞ്ഞപ്പോ നമ്മൾ സാധാരണ പറയല് ഒരു കരിന്തിരി, ഒരു മെഴുകുതിരി കത്തിക്കുന്നൊരു എണ്ണത്തിരി, ഈ അടിച്ചു കൂട്ടിയ വേസിനിടക്ക് നല്ല ഒരു തിരി ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആ തിരി എടുത്തുകൊണ്ട് തന്റെ ഭാര്യയോട് അല്പം പരുഷമായി സംസാരിക്കുകയാണ്. ഇതെങ്ങനെ അത് ഉണ്ടാക്കിയെന്നറിയുന്നൊക്കെ ചോദിച്ചിട്ട് ഇത് എന്തിനാ നഷ്ടപ്പെടുത്തിയെന്നുള്ള നിലയിൽ വീട് വെക്കാൻ സഹായം ചോദിച്ചുകൊണ്ട് വരുന്ന ചങ്ങാതി ആദ്യം കേൾക്കുന്നത് ഒരു മെഴുകുതിരിക്ക് വേണ്ടി ഭാര്യയോട് കയർക്കുന്നതാണ്. മൂപ്പര് എളുപ്പം സലാം പറഞ്ഞിട്ടുണ്ട്, വേഗം പോകുകയും ചെയ്തിട്ട് നബിന്റെ അടുക്കൽ വീണ്ടും വന്നു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, കണ്ടില്ല എന്തേന്ന് ചോദിച്ചു. അല്ല റസൂലെ, ഞാൻ ചെന്നപ്പോ എങ്ങനെയാണ് കണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ അത് നോക്കണ്ടല്ലോ, നിങ്ങളുടെ ആവശ്യം പറഞ്ഞോളി. ഇയാള് വീണ്ടും ചെന്നപ്പോ സലാം പറഞ്ഞു വിളിച്ചു, നിങ്ങൾ നേരത്തെ വന്നിട്ട് ഇപ്പൊ എന്തൊന്നും മിണ്ടാതെ പോയത്? അല്ല, ഞാൻ വന്നപ്പോ ഇങ്ങനെയൊക്കെ കണ്ടപ്പോ ഞാൻ ചോദിക്കാതെ പോയതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞെന്തറിയോ, ഇങ്ങനെ ഉണ്ടാക്കിയാലാണ് നിങ്ങൾക്ക് എന്താണ് ആവശ്യം എന്ന് ചോദിച്ചാൽ ആവശ്യം അദ്ദേഹം നിവർത്തിച്ചു കൊടുത്തു. നിങ്ങൾ വരവിന്റെ രീതി കണ്ടോ? ചെലവ് ഇബ്നു ഔഫിന്റെ അടുക്കൽ ഒരാൾ ചെന്നാൽ വെറും കൈയോടെ മടങ്ങൂല. അദ്ദേഹം ആ ആവശ്യങ്ങൾ മുഴുവൻ നിവർത്തിച്ചു കൊടുത്ത് എന്തെല്ലാം എന്ന് ചോദിച്ചാൽ അതാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ആ ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഹലാലായ വഴികളിലൂടെ എത്രയും സമ്പാദിക്കാം. പക്ഷേ ആ വഴികൾ, നമ്മൾ ചെലവഴിക്കുന്ന വഴികളും അത്രമാത്രം ഐശ്വര്യമുള്ളതായി തീരണം, നല്ല ബർക്കത്തുള്ളതാണ്. അതിനാണ് ഐശ്വര്യ ബർക്കത്ത് എന്ന് പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ നമ്മൾ പറയാ. സലാസുൻ മുൻജയാത്ത് വസലാസുൻ മുഹ്ലികാത്ത്. 3 നിങ്ങളെ രക്ഷിക്കും, 3 നിങ്ങളെ നശിപ്പിക്കും. ഒന്നേതാണെന്നറിയോ? അത്തഖ്വ ഫിസ്സിരി വൽ അലാനിയ. സ്വകാര്യതയിലും
പരസ്യമായ ജീവിതത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഒന്നാണ്. 2, അൽ ഖൗലുൽ ഹഖ് ഫിൽ റിള വസ്സഖത്ത്. നമുക്ക് സന്തോഷങ്ങൾ ഉണ്ടാവുമ്പോഴും നമുക്ക് കഷ്ടപ്പാടുകൾ വരുമ്പോഴും നല്ല വാക്ക് പറയാന്ന് പറയുന്നത് നമ്മളെ രക്ഷപ്പെടുത്തും. 3, അൽ ഖസ്ദു ഫിൽ ഐന വൽ ഫഖർ. ദാരിദ്ര്യമുണ്ടാവുമ്പോഴും അതോടൊപ്പം തന്നെ ധന്യതയുണ്ടാവുമ്പോഴും ഒരു മിതത്വം ശീലിക്കുക നമ്മളെ രക്ഷപ്പെടുത്തും. നമ്മളെ നശിപ്പിക്കുന്ന അള്ളാഹു വിരോധിച്ച ഒരു സംഭവം 3 കാര്യങ്ങൾ. 1, ഖീല വഖാല, കണ്ടതും കേട്ടതും പറയുക. മറ്റൊന്ന് കസ്റത്തു സുആൽ, അനാവശ്യമായി സംസാരിക്കുക, വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയുക. ഇലാഹത്തുൽ മാൽ, അതുപോലെ തന്നെയാണ് അനാവശ്യമായി പണം ചെലവഴിക്കുക. പേടിക്കേണ്ടതാണ് സഹോദരങ്ങളെ ധൂർത്തു എന്ന് പറയുന്നത്. ഞാൻ ഈ ചിലതൊക്കെ എണ്ണി പറഞ്ഞ് നമുക്ക് സമയമില്ല, സൂചന മതിയാവും നിങ്ങൾക്ക്. ധൂർത്ത് നമ്മുടെ ജീവിതത്തിലുണ്ടോ? നിങ്ങൾ വസ്ത്രം എടുത്തു നോക്ക്, ഭക്ഷണം എടുത്തു നോക്കി, ആഭരണങ്ങൾ എടുത്തു നോക്ക്, ആഘോഷങ്ങൾ, വിവാഹ സദസ്സുകൾ, നമ്മുടെ വീടുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എല്ലാം അങ്ങനെ ഓരോന്ന് എടുത്തു നോക്കിയേ. ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ ഞാനിത് നോക്കിയപ്പോ ഞാൻ പഠിച്ചൊരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങാടിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് അഊദു ബികലിമാത്തില്ലാഹി താമ്മത്തി മിൻ ശർരി മാ ഖലഖ, പിശാചിൽ നിന്ന് കാവലിനെ ചോദിച്ചുകൊണ്ടായിരിക്കും ഇത്രേ അങ്ങാടിക്ക് കടക്കുള്ളൂ എന്നാണ്. ഇന്നിപ്പോ വലിയ വലിയ സൂപ്പർ മാളുകളിൽ, പിന്നെ നമ്മളൊക്കെ ഒന്നിങ്ങനെ ചെന്ന് നോക്കുന്നുണ്ട് ഷോപ്പിംഗ് മാളുകളിൽ ഇന്ന് നമ്മൾ വാങ്ങിക്കൂട്ടുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ആവശ്യമുള്ളതായിരിക്കും. ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. ഇപ്പൊ നമ്മളുടെ ഭക്ഷണം നമുക്ക് തിന്നാം അല്ലെ, നമുക്ക് തിന്നാൻ തന്നെയാണ് നമ്മൾ അധ്വാനിക്കുന്നത്. പക്ഷെ തിന്നുന്നതിന് വിരോധമല്ല, പക്ഷെ മറ്റൊരാളെ കാണിക്കുന്നതിന് വേണ്ടി ഭക്ഷണ വിഭവങ്ങൾ ഉണ്ടാക്കി ആർഭാടത കാണിച്ച് എത്ര ലക്ഷങ്ങൾ പൊടിക്കുന്ന ആളുകളുണ്ട്. എന്തിനാണ് അങ്ങനെ? തിന്നാൻ കൊടുക്കുന്നത് പുണ്യാണ്, പക്ഷെ അവിടെ അനാവശ്യമായ പൊങ്ങച്ചങ്ങൾ ആവശ്യമുണ്ടോ? ഇനി അതും അങ്ങനെ ഇരിക്കട്ടെ, അത് തരുന്ന ഒരാള് തിന്നാൻ പോണ ഞാനുങ്ങളോ. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ തിന്നാണെന്നുണ്ടെങ്കിൽ നല്ല ഭക്തിയിൽ ഇങ്ങനെ തിന്നുമ്പോ പാത്രം പഠിച്ച് തിന്നണം എന്നൊക്കെ പറയും. ആ മര്യാദ കല്യാണത്തിന് പോയാലും വേണ്ടേ? കല്യാണത്തിന് പോയാൽ ഞങ്ങൾ ശരിക്കും ഇങ്ങനെ ആലോചിച്ചു നമുക്ക് സങ്കടം തോന്നും. ആ സങ്കടം ഇതിന്റെ ഓണറ് ഈ ഭക്ഷണം ഇങ്ങനെ നഷ്ടപ്പെടുത്തിയത് ഇങ്ങനെ കാണുമ്പോ അയാളുടെ നെഞ്ചിരിപ്പുണ്ടാവൂലേ? വേണ്ടതും വേണ്ടാത്തതും ആ പാത്രത്തിലേക്ക് വിളമ്പിയിട്ട് അങ്ങനെ എത്ര നശിപ്പിച്ചു കളയുന്നറിയാം. ഒരിക്കലും അത് ചെയ്യരുത്. നമ്മുടെ ഉമ്മാരാണ്, നമ്മളാണ് നമ്മുടെ മക്കളെ കൊണ്ടുപോകുന്നതെങ്കിൽ, നമ്മളാണ് പിന്നെ കോരിയിടുന്നത് എന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷ്മത വേണം. അന്യന്റെ മുതൽ നമുക്ക് തിന്നാൻ തന്നതാണ്, പക്ഷെ ആ സൂക്ഷ്മത നമ്മൾ പുലർത്തണം. അപ്പോഴാണ് തിന്നതിനും ബർക്കത്തുണ്ടാവുള്ളൂ. അപ്പൊ മറ്റൊരാളെ തീറ്റുന്നതും നമ്മൾ തിന്നുന്നതും ഒക്കെ നമ്മൾ ആലോചിച്ച് നോക്ക്. വിശപ്പ് മാറാനും ആരോഗ്യത്തിനുമാണ്, ശരീരത്തിന് ഊർജം ഉണ്ടാവാനാണെങ്കിൽ അതിന്ന് മാറിയിട്ട് കഴിക്കുന്നതിനേക്കാളും മറ്റൊരാളെ കാണിക്കുന്നതിലേക്ക് മാറുമ്പോഴാണ് വല തുബദ്ദിർ തബ്ദീറ എന്ന് വരിക. അവിടെയും ദീന നമ്മൾ മറക്കരുത്. വസ്ത്രങ്ങളുടെ ഗ്രേഡ് എത്രയാ? അതൊന്നും വിശദീകരിക്കാൻ നമുക്ക് സമയമല്ല, ഞാൻ സൂചന മാത്രം തന്നു എന്ന് മാത്രം. അവിടെയും ദീന് വേണ്ടേ? അവിടെ ദീന് വേണ്ടേ? എന്തോരം വസ്ത്രങ്ങൾ എടുത്ത് നശിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ഈ ടെക്സ്റ്റൈൽസിന്റെ ഉടമകളോട് ചോദിച്ചാലാണ് അറിയുക. എത്ര നമ്മളെ ആണുങ്ങൾ ചിലപ്പോ വയർക്കും, നമുക്കൊക്കെ അതറിയാം. ആണുങ്ങൾ വയർക്കും, പെണ്ണുങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ആഴ്ചയിൽ 2 കുടുംബത്തിൽ 2 കല്യാണം ഉണ്ടെങ്കിൽ ആ കല്യാണത്തിനും വേണം പുതിയത്, ഈ കല്യാണത്തിനും വേണം. നമ്മളുടെ ബജറ്റ് തന്നെ നശിച്ചു പോകുന്ന എത്രയോ കാര്യങ്ങൾ നമുക്ക് കാണാം അല്ലെ? പാത്രങ്ങൾ, വിരിപ്പുകൾ, പുതപ്പുകള്, കാഴ്ചക്ക് വെച്ച പല വസ്തുക്കള് നമ്മുടെയൊക്കെ വീട്ടില് പിന്നെ ഈ അലമാറയിൽ എടുത്തു വെച്ചിട്ടുള്ളത് ഉണ്ടാവും. ഈ വലിയ പാത്രങ്ങൾ, അതിനെന്തൊക്കെയാ പറയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. നിങ്ങൾക്കിപ്പോ മനസ്സിലായിരുന്നു ഞാൻ പറഞ്ഞത്. ആയുസിൽ ഈ വാങ്ങി വെച്ച ഈ ഗ്ലാസ്സില് ഒരു വെള്ളം കൂടി നമ്മൾ കുടിച്ചിട്ടുണ്ടാവില്ല. പിന്നെ ആർക്ക് വേണ്ടി ഇപ്പൊ ഇത് വാങ്ങി വെച്ചിരിക്കുന്നത്?
എത്രയെത്ര പുതപ്പുകളും വിരിപ്പുകളുണ്ട്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? അയലോക്കക്കാർ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നറിയാം? നമ്മളെ വീട്ടിലേക്ക് വിരുന്നുകാർ വന്നിട്ടുണ്ടെങ്കിൽ അയൽപക്കത്ത് നിന്ന് പല പായ കടമാറുന്നവരുണ്ട്. പുതപ്പ് വാങ്ങിയിരുന്ന കാലം ഉണ്ടായിരുന്നു. വസ്ത്രങ്ങൾ വരെ പുറത്തു പോകാൻ വേണ്ടി അയൽപക്കത്ത് നിന്ന് അവരുടെ വസ്ത്രങ്ങൾ കടം വാങ്ങിയിരുന്നു. അല്ലെ, പൊന്നു വരെ, സ്വർണങ്ങൾ വരെ കടം വാങ്ങിയിരുന്നു. ഇപ്പൊ അത് ചോദിക്കാൻ കഴിയൂല. എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ അടുത്ത് സാധനം ഉണ്ടെന്ന് തന്നെ അറിഞ്ഞാൽ കൊല്ലുന്ന കാലാണ്. പിന്നെ അത് കൊടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ലല്ലോ. നമ്മളുടെ സ്വഭാവങ്ങൾ കൊണ്ട് അതെല്ലാം വന്നു പോകുന്നത്. വീട് നിർമ്മാണം എന്തിനാണ് ജനിച്ചത് എന്ന് ചോദിച്ചാൽ ഒരു വീടുണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യമായി പോകുന്ന ആളുകളുണ്ട്. 20 കൊല്ലം ഗൾഫിൽ നിന്നിട്ട് നിങ്ങൾ എന്തുണ്ടാക്കി എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ഞാനൊരു ചെറിയ വീടുണ്ടാക്കി. ആ വീട് പെയിന്റ് അടിക്കാൻ പോലും ഇപ്പം എൻ്റെ അടുത്ത് പൈസ ഇല്ല. ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് നിങ്ങൾ നോക്കുക, 1000 സ്ക്വയർ ഫീറ്റിന്റെ മുകളിൽ വീട് വന്നാൽ അതിനെ ഏത് ഗണത്തിലാ പെടുത്തുക നിങ്ങൾ നോക്കണം. നമ്മുടെ നിലവാരത്തിനനുസരിച്ചൊരു വീടൊക്കെ നല്ലതാണ്. പക്ഷെ ഇത് സംരക്ഷിച്ച് കൊണ്ടുപോകാൻ നമ്മുടെ മക്കൾക്ക് കഴിയുമെന്നും കൂടി നമ്മൾ നോക്കണ്ടേ. എത്ര റൂമുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒരു കട്ടിലല്ലേ ഒരു രാത്രിയിൽ കിടക്കാൻ കഴിയുള്ളൂ, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വസ്ത്രം വാങ്ങുമ്പോ, ഞാൻ നീട്ടി പറയുന്ന സമയമല്ല, ഒരു വസ്ത്രം നിങ്ങൾക്ക്, ഒന്നും നിങ്ങളുടെ കുടുംബത്തിന്, ഒന്നും നിങ്ങളുടെ മക്കൾക്ക്, ഒന്ന് അതിഥിക്ക്. റൂം ഉണ്ടാക്കുമ്പോഴും അങ്ങനെയാണ്. ഒന്ന് നിങ്ങൾക്ക് കിടക്കാൻ, മക്കളുണ്ടെങ്കിൽ എണ്ണം നോക്കിയിട്ട് ഒന്ന് അതിഥിക്കും. അതിലപ്പുറം വരുന്ന റൂമുകളുണ്ടോ അത് പിശാചിനാണ്. ആ വാക്കിന്റെ അർത്ഥമൊക്കെ മനസ്സിലായില്ല. ഇപ്പൊ പലർക്കും മനസ്സിലായി തുടങ്ങി. അടച്ചിട്ട് കിടക്കുന്ന അനാവശ്യപരമായ റൂമുകൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതിലാണിപ്പോൾ പല അനാശാസ്യതകളും നടക്കുന്നത്. നമ്മുടെ മക്കൾ വൃത്തികേടിലേക്ക് പോകാൻ അവസരമുണ്ടാക്കി കൊടുത്തത് നമ്മളാ, അല്ലേ? എത്ര റൂമുകൾ അങ്ങനെ ഉണ്ട്. എന്തിനാ ആ വീടുണ്ടാക്കിയത്? ആ വീടുണ്ടാക്കിയതിന്റെ പേരിൽ ഞാൻ എത്ര കടക്കാരനായി പോയി. അങ്ങനെ ഓരോന്നോരോന്ന് കൊടുക്കുക. സഹോദരങ്ങളെ, കുറച്ച് കയ്യിലുള്ള ആളുകള് ഒന്നും ആലോചിക്കാതെ പാതി വിലക്ക് പല സാധനം കിട്ടുന്നു എന്ന് പറയുമ്പോഴേക്ക് കൊണ്ടുപോയി നിക്ഷേപിച്ചു. നമ്മള് എന്തിനാ ഈ നാട്യങ്ങൾക്ക് പാതി വിലക്ക് തരുന്നു എന്ന് പറയുമ്പോഴേക്ക് നിങ്ങൾ എന്തിനാ ഈ ഓടാൻ നിൽക്കുന്നത്? നിങ്ങൾക്ക് ഹക്കായ മുതൽ കിട്ടിയ പോരെ. ഒരാള് ഇന്ന ലാഭം തരുന്നു എന്ന് പറഞ്ഞിട്ട് എന്തൊരു സാധനം മൊഞ്ചി കാണിച്ച് നിങ്ങളെ മോഹിപ്പിച്ചിട്ടുണ്ടോ, അടുത്ത സ്റ്റേജ് നിങ്ങൾ വഞ്ചിക്കപ്പെടും. നാട്ടിലെത്ര 25 ലക്ഷം 50 ലക്ഷം ഒക്കെ കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ചിട്ട് ഞാൻ കടക്കാരനായി എന്നും പറഞ്ഞിട്ട് നടക്കുന്ന എത്ര ആളുകളെ കാണുന്നറിയോ? പ്രിയരെ, കടം വാങ്ങുക, എന്നിട്ട് നിലവാരത്തിനനുസരിച്ച് ജീവിക്കുക. കടക്കാരന്റെ മയ്യത്ത് നിസ്കരിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വരെ നമ്മൾ പഠിക്കണം. സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിച്ചത് മാത്രമാണ്. അല്പം സിമ്പിളാവുക, ജാടകൾ ഉപേക്ഷിക്കുക. ജാടകൾ ജീവിതത്തിൽ നിലനിൽക്കൂല. അതുകൊണ്ട് ശ്രദ്ധിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കുകൾ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ ജീവിതത്തിൽ പുലർത്താൻ ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് സക്കാത്തും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അതിന്റെ മുമ്പൊരു സംഗതി ഞാനൊരു സൂചന തന്നതാണ്. ഇവിടം ശരിയായില്ലെങ്കിൽ ബാക്കിയെല്ലാം തകർന്നു പോകുന്ന രംഗമാണ് ഉണ്ടാവുക. നല്ലപോലെ പ്രാർത്ഥിക്കണം, ജീവിതത്തിൽ ശ്രദ്ധിക്കണം. പടച്ച റബ്ബ് നമ്മെ തുണക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഈ മിമ്പറിൽ വെച്ച് ചില വാക്കുകൾ ഒരുപക്ഷെ നമ്മൾ കടുപ്പിച്ചു പറഞ്ഞേക്കാം, ചിലപ്പോൾ ഒന്ന് സോഫ്റ്റ് കോർണറിൽ സംസാരിച്ചേക്കാം. നമ്മുടെ 2 ലോകത്തിന്റെ നന്മക്ക് വേണ്ടി മാത്രമാണത്. ആരോടെങ്കിലും ഇങ്ങനൊരു വാക്ക് ഇങ്ങനെ എന്ന് സൂചിപ്പിച്ചാൽ ഒരിക്കലും വിഷമം മനസ്സിലുണ്ടാവരുത്. ഞാനിപ്പോ സംസാരിക്കുന്നത് ബോധപൂർവമാണ്. ഞാൻ ഈ മിമ്പറിൽ കയറി നിന്നിട്ട് ഇപ്പൊ എന്റെ മനസ്സിൽ എന്തോ ഒരു വിഷമം തോന്നുന്നത് പോലെ തോന്നിയത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ ആരെയും വിഷമിപ്പിക്കാനല്ല ചിലപ്പോൾ നമ്മൾ നിർദ്ദേശങ്ങൾ തരാം. അത് ദീനിൽ നമുക്ക് പിന്നീട് അതുകൊണ്ടൊരു സുഖം ഉണ്ടാവും എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ശഅബാനിലാണ് നമ്മളുള്ളത്.
ശഅബാൻ മാസത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ ഞാൻ വിശദമായി അടുത്ത ജുമുഅകളിൽ പറയാം. പലരും അശ്രദ്ധമാകുന്ന ഒരു സമയമാണത്. നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിങ്കിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ നോമ്പ് അനുഷ്ഠിച്ചിരുന്ന മാസമാണ് ശഅബാൻ. കാരണം അള്ളാഹുവിങ്കിലേക്ക് നമ്മുടെ കർമ്മം ഉയർന്നു പോകുമ്പോ ഒരു ഇബാദത്തിലായിട്ട് പോകണം എന്ന് റസൂലുള്ള ആഗ്രഹിച്ചിരുന്നു എന്നാണ്. കൂടെ നമുക്കാകാം, നമ്മുടെ കുടുംബങ്ങൾക്കാവാം, പല കാരണങ്ങളാലും ഫർള് നോമ്പുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ ബാധ്യതകൾ എന്ത് ചെയ്യണം എന്നറിയോ? അതൊക്കെ തീർത്തിട്ടാവണം നമ്മൾ റമളാനിനെ സ്വീകരിക്കേണ്ടത്. അങ്ങനെ ഒരുങ്ങാനുള്ള ഒരു സമയം കൂടെയാണെന്നാണ് ഒറ്റ വാക്കിൽ സൂചിപ്പിച്ചത്. മാത്രമല്ല 2 കാര്യങ്ങളുണ്ട്. നാളെ നമ്മുടെ ഈ പള്ളിയിൽ 2 മണിക്ക് നമ്മുടെ സഹോദരിമാർക്ക് ഒരു ക്ലാസ് ഉണ്ട്. നിർബന്ധമായും നമ്മുടെ സഹോദരിമാർ അതിൽ പങ്കെടുപ്പിക്കണം. മറ്റന്നാൾ 9-ാം തീയതി പാനായിക്കുളത്ത് വെച്ച് ISMന്റെ നേതൃത്വത്തിൽ ഒരു ആദർശ പഠന ക്ലാസ് ഉണ്ട്. നിർബന്ധമായും ആ സംഗമത്തിൽ നമ്മളെല്ലാവരും പങ്കെടുക്കുക. നമുക്ക് ആവശ്യമുള്ള ദീന് നമ്മൾ പഠിച്ചെടുക്കാനും ശ്രദ്ധിക്കുക. എപ്പോഴും പ്രാർത്ഥനയുണ്ടാവണം. വിഷയം വളരെ പരന്നു കിടക്കുന്നതാണ്. കാരണം കടബാധ്യതകളോ പ്രയാസങ്ങളോ ഇല്ലാത്ത ഒരു മനുഷ്യരും ലോകത്തില്ല. നമ്മുടെ ടെൻഷനുകൾ അതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് മറ്റൊരാൾക്ക് ബാധ്യത ഉണ്ടാക്കി നമ്മൾ ഈ ലോകത്തുനിന്ന് പിരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവന്റെ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീക്ക് നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുവെ, മക്കളാൽ പരീക്ഷിക്കപ്പെടുന്ന അപമാനിതരാകുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും നീ കാത്തിരക്ഷിക്കണമേ റബ്ബേ. കടക്കണിയിൽ പട്ടിണിയിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. അത്തരം ഓരോ സാഹചര്യങ്ങളിൽ നിന്നും നീ ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഹലാലല്ലാത്തത് തിന്നേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷിക്കണമേ റബ്ബേ. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് നീ സുഭിക്ഷത നൽകണമേ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ പറ്റുന്നൊരു സാഹചര്യവും മാനസികാവസ്ഥയും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ശിഫ നൽകണമേ. ഈ ലോകം വിട്ട് പിരിയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് നിന്നെ കണ്ടുമുട്ടാൻ, സ്വർഗം ലഭിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാം നീ പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്. റബ്ബനാ ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين. آمين برحمتك يا